മൊറോക്കോ പോകാൻ റെഡിയായിട്ട് വെളുപ്പാങ്കാലത്ത് എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് അവിടുന്ന് കാറെടുത്ത് നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ മൊറോക്കോ ഒന്ന് ബാക്കി ഒരു 2-3 ദിവസം അവിടെ. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. അതാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ ആദ്യത്തെ വീഡിയോ. ഹായ് പറഞ്ഞേ, അതിൽ നോക്കിയിട്ട് ഹായ് പറ. സൂപ്പർ 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 സൂപ്പർ. ഇപ്പൊ നമ്മള് മറക്കേഷിലെ കാലുകുത്തിരിക്കുകയാണ്. എന്റെ പൊന്നോ, വെയിലെന്നൊക്കെ പറഞ്ഞാൽ ചുട്ടങ്ങോട്ട് പൊള്ളണ വെയിൽ. കയറ്റിയതാണ്, പക്ഷെ നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്, ഭയങ്കര വെയിലാണ്. ഗ്ലാസ് ഷെയ്ഡ് എടുക്കാനതില്ല. മറക്കേഷ് എയർപോർട്ട് വലിയ വൃത്തിയൊന്നുമില്ലല്ലോ. സ്റ്റേഴ്സ് ഒന്നും കാണാം, ഇവിടെ വെയിറ്റ് ചെയ്യാം. അല്ല, ഞാൻ കഥകൾ പറയേണ്ടത്. കാറ് ഇതാണ് കേട്ടോ. അപ്പോ നമുക്ക് ബോർഡ് പിടിച്ചാരും വന്നില്ല. അതാ നമ്മുടെ ആൾക്കാർ വണ്ടിയിൽ കയറിയിരിക്കാൻ വലിയ വാനാണ്. നിനക്ക് ആട് ജീവിതം ഉണ്ടായിരുന്നടാ അവിടെ? ആട് ജീവിതമായിരുന്നു കുറച്ചു കാലം. നമ്മൾ എന്താ പറയുക, ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ റോഡിൽ, അതായത് മെയിനായിട്ടും കാണുന്ന ഒരു മരം എന്ന് പറഞ്ഞാൽ ഈന്തപ്പനകളാണ്. അത് ഇങ്ങനെ കുലച്ച് കായ്ച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. റോഡിൽ എന്ന് വെച്ചാൽ റോഡിൻ്റെ നടുവിലൊക്കെ ഏകദേശം എല്ലായിടത്തും ഈന്തപ്പനകൾ നമുക്ക് മറക്കേഷിൽ കാണാം. വേറെ 2 ടൈപ്പ്, അതായത് മരങ്ങൾ നമുക്ക് ഇങ്ങനെ കുറ്റിച്ചെടികളുമായി കുറേ കാണാൻ പറ്റും. ഒലീവ്സ് മരങ്ങൾ, ഫാമിംഗ് കൊണ്ടുപോർക്ക് ഒലീവ്സ് മരങ്ങൾ കുറേ കാണാം. പിന്നെ പോമഗ്രാനൈറ്റിൻ്റെ വൃക്ഷങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഫ്രൂട്ട്സ്, അതായത് നമുക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ അപ്പം തന്നെ ഫ്രൂട്ട്സ് അടിച്ച് തരുന്ന ഷോപ്സ് ഉണ്ട്. നമ്മൾ ഗൈസ് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റീസ് വണ്ടി ഓട്ടി പോകുന്നുണ്ട്. വീണ്ടും നടക്കുകയാണ്. വലത്ത് കാലം വെച്ച് അങ്ങോട്ട് കയറുക. നല്ല മണക്കടിക്കണ്ടല്ലോ. മറക്കേഷിൽ നമ്മൾ മുൻകൂട്ടി തന്നെ ഒരു എയർബിഎൻബി ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഈ എയർബിഎൻബി മെയ്സൺ മൊറീസെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊറീസെ സംതിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർബിഎൻബി ആണ്. അതായത് ആക്ച്വലി ഒരു എൻഡയർ വില്ല എന്ന് വെച്ചാൽ എൻഡയർ ഹൗസ് എന്ന് പറയാം. അതിൽ 4 ബെഡ്റൂം, പിന്നെ പൂൾ സൗകര്യമുണ്ട്, പക്ഷെ ചെറിയ പൂളാണ്. പിന്നെ വേറെ എന്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുന്ന് നമുക്ക് ചില്ല് ചെയ്യാൻ എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് പറ്റിയ ബെസ്റ്റ് സ്ഥലം, നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്ഥലം എന്ന് തന്നെ പറയാം. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമുക്ക് 3 നൈറ്റ്സ് ആണ് നമ്മൾ എടുത്തത്. 3 നൈറ്റ്സിന് നമുക്ക് ഏകദേശം 805 യൂറോ വന്നു, 8 പേര്. സോ ആക്ച്വലി ഇത് ഇച്ചിരി എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡെർബി സിറ്റി മാബ്രക് എന്നാണ് ഈ ലൊക്കേഷൻ്റെ പേര്. അത് ആക്ച്വലി ഈ സിറ്റിയുടെ വളരെ ക്ലോസസ്റ്റ്, സിറ്റിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. പോകുന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പോകുന്ന വഴികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും എന്താ പറയുക, ഒരുപാടൊന്നും ഭംഗിയൊന്നും തോന്നില്ല. പക്ഷെ മറക്കേഷിൻ്റെ ഏകദേശം ഈ ഇങ്ങനത്തെ വീതികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് പൊടിപടലങ്ങളും എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആണല്ലോ, അതിൻ്റെതായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സ്റ്റേ ഇച്ചിരി എന്താ പറയുക, ആ ഒരു മറക്കേഷിൻ്റെ ഒരു ലുക്ക്, അതായത് മൊറോക്കൻ ഒരു വൈബിലുള്ള ഒരു എന്താ പറയുക ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ വീടിന്. നമ്മൾ നന്നായിട്ട് 3 ദിവസം നന്നായിട്ട് ചില്ല് ചെയ്തിരുന്നു അവിടെ തന്നെ. കയറി വരുമ്പോൾ തന്നെ കൊള്ളാല്ലേ, കല്ലുമുൾ ചെടികൾ. എൻ്റെ ഒന്ന് കേക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചായ ഉണ്ട് കൊണ്ട്. ആ നൈസ്.
കാണാൻ കൊള്ളാം. മേലെ കയറിയൊക്കെ മേലെയൊക്കെ നമുക്ക് തന്നെ സ്വന്തം ഇതുപോലെ മേലെ കയറിയേക്കാം. ബാത്റൂമൊന്നും അത്ര വലിയ കുഴപ്പമില്ല. 4 റൂമുകളാണ് വരുന്നത്. എന്തിട്ടാ പ്ലേ? ഓക്കെ, ഇവിടെ ഒരു ബെഡ്, കൂൾ റൈറ്റ്. ഓക്കെ, നൈസ്. വന്ന പാടെ നമുക്ക് ചൂട് സഹിക്കാൻ വയ്യാണ്ട് AC ഒക്കെ ഇട്ട് അതൊക്കെ കൂളായിട്ട് നമ്മൾ ഉള്ളിലായിരുന്നു മൊത്തം. നമ്മൾ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ പോയേ ഇല്ല, നമ്മൾ പൂളിൽ ടൈം സ്പെൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നമ്മൾ ഇരുന്ന് സ്പെൻഡ് ചെയ്തേ ഇല്ല. നൈറ്റ് സ്പെൻഡ് ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും പുറത്തൊക്കെ പോയി ടയേർഡായിട്ടാണ് നമ്മൾ വന്നിരുന്നത്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യണം അങ്ങനെ ഒരു ഇത് നമുക്ക് ഉണ്ടായില്ല. നമ്മളവിടെ യൂസ് ചെയ്തില്ല എന്ന് പറയും. ചുമ്മാ മേലെ നമ്മൾ ആദ്യം ഒന്ന് കാണാൻ പോയി, അതിന് ശേഷം പിന്നെ ഒരു വട്ടം ഒരു കോഫി എടുത്തുകൊണ്ട് മേലെ പോയി, അപ്പം തന്നെ തിരിച്ചു വന്നു. പക്ഷെ അവിടെ സ്പെൻഡേ ചെയ്തില്ല, ആക്ച്വലി വേസ്റ്റ് ആയി പോയി. പക്ഷെ നമ്മൾ മിക്കവാറും സമയം ഹാളിൽ, അതായത് താഴെയുള്ള ഹാളിൽ തന്നെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് സ്പെൻഡ് ചെയ്തിരുന്നത്. This is a pool. Okay. എന്നാൽ ഇങ്ങനൊരു എടാ ഈ വിക്ക് സ്ഥിരാക്കടാ, കഷണ്ടി അറിയുന്നില്ല. നീ എന്ത് എടുത്തിട്ടേ അറിഞ്ഞില്ലല്ലോ. നല്ല ചൂടുണ്ട് ഇവിടെ, AC ഉണ്ട് കേട്ടാ. സൂക്ഷിക്കാം. എനിക്ക് വേണ്ട, ഇന്നത്തെ ലഞ്ചാണ്. അല്ല, ആക്ച്വലി ഇത് മാത്യൂസിനൊരു സർപ്രൈസ് ആയി പോയി എന്ന് നിങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഇതേമാതിരി നമ്മുടെ ഹോസ്റ്റ് മൂപ്പരാളുടെ പേര് ജൂലി എന്നായിരുന്നു. അപ്പോൾ മുൻകൂട്ടി തന്നെ ഇതേമാതിരി പറഞ്ഞു ഒരു ബർത്ത്ഡേ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ട ചെറിയൊരു സെറ്റപ്പ് ചെയ്ത് തരണം, കേക്ക് ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞു. കേക്ക് അടിപൊളിയായിരുന്നു, പക്ഷേ കേക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ ഹോസ്റ്റ് ചെറിയ രീതിയിലുള്ള അലങ്കാരപ്പണികളൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. അവരൊന്നും ചെയ്തില്ല, അത് ചെറുതായിട്ട് പാളിപ്പോയി. പക്ഷേ എന്നാൽ കൂടെ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മാത്യൂസിനൊരു സർപ്രൈസ് ആയി അവൻ്റെ ഒരു ബർത്ത്ഡേ. ഈവൻ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ്, പക്ഷെ എന്നാലും അവനൊരു സർപ്രൈസ് ആയി. ആദ്യത്തെ കാര്യം നമ്മൾ അതാണ് ചെയ്തത്. അപ്പോൾ മാത്യൂസ്, നിന്റെ ബർത്ത്ഡേ നീ അടിച്ചു പൊളിച്ചു എന്ന് കരുതുന്നു. ഹാപ്പി ബർത്ത്ഡേ to you, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ മാത്തപ്പ. അതെ അതെ 4000-ഓളം വരുന്ന അത് നമ്മള് 2 വാക്ക് പറഞ്ഞു നിർത്തും, ബാക്കി ദിവ്യ പാട്. മീശ പോരടാ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ടാക്സി കണ്ടുപിടിക്കാൻ പോവാണ് നമ്മള്. മദ്രസയ്ക്ക് പോവുകയാണ്. മദ്രസ ബെൻ യൂസഫ്. മൊറോക്കൻ പക്ഷി. മൊറോക്കയുടെ തെരുവോരങ്ങളിലൂടെ നടക്കുകയാണ്. മറക്കീഷ് വെക്കേഷന്റെ തെരുവോരങ്ങളിലൂടെ ഒരു ചേച്ചി എന്തോ റൊട്ടി എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ അടുത്ത് ബാർബർ ഷോപ്പ് ഉണ്ട്, അവിടെ മുടി വെട്ടിട്ട് പോകാം നമുക്ക്. ലാഭമായിരിക്കും മുടി വെട്ടല്, ലാഭമായിരിക്കും. റിപ്പയർ കട നാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് ബൈക്ക് റിപ്പയർ കട കാണാൻ പറ്റുന്നത്. ഇത്ര വണ്ടി. സോ എൻ്റെ മുഖത്തിൻ്റെ ഒരു വിഷാദത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം എന്ത് കരുതി, എയർപോർട്ടിൽ ATM കണ്ടു, അവിടെ നിന്ന് ക്യാഷ് എടുക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് പൈസ എടുക്കണ്ട, ATMs നിന്ന് എടുക്കുമായിരിക്കും ലാഭകരമെന്ന് കരുതി നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. പക്ഷെ ലൊക്കേഷനിലെത്തി നമ്മൾ ശരി പുറത്തിറങ്ങിയിട്ട് നമുക്ക് കറൻസി എടുക്കാം പോണ വഴിക്കെന്ന് വെച്ച് ഫാമിലി കുട്ടികളെല്ലാവരും കൂടെ പുറത്തിറങ്ങി. പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം കുറേ നടന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ അടുത്തൊന്നും ATM ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമ്മൾ ATM കണ്ടുപിടിച്ചു പോയി.
അവിടെ നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് എവിടെയും കണ്ടില്ല. ATM-ൽ ഈവൻ ATM-ൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് കണ്ടില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ 2-3 ATM-ൽ നോക്കി, വർക്കായില്ല. അതിനുശേഷം നമ്മളൊരു കറൻസി എക്സ്ചേഞ്ചിൽ പോയി അവർ നമ്മൾ കാർഡിൽ യൂറോ പേ ചെയ്ത് അവർ നമുക്ക് പൈസ തരികയാണ് ഉണ്ടായത്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 ദറം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 100 ദറം നമ്മൾ ഈ കമ്മീഷൻ ഫീ ആയിട്ട് പോകും. ഇൻ കേസ് ഇപ്പോൾ ATM വഴി എടുക്കുന്ന വെച്ചെങ്കിൽ അതിന് പാതിയേ പോവുള്ളൂ, 50 ദറം എത്രയാണ് പോവുള്ളൂ ആക്ച്വലി. പക്ഷെ ആദ്യത്തെ ദിവസം നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടു. പിന്നെ അതേമാതിരി തന്നെ വേറൊരു കാര്യം, നമ്മൾ അയർലാൻഡിൽ നിന്ന് നമ്മളിവിടെ ഫുൾ വെയിലത്ത് നല്ല ക്രൗഡ്, നമ്മൾ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ സൗകര്യം 0 ആണ് അവിടെ. അത് കാരണം കൊണ്ട് ടാക്സിയാണ്, ചറവറ ടാക്സി ഉണ്ട്. അപ്പോൾ നമുക്ക് ടാക്സിയിലൊക്കെ ക്യാഷ് എടുക്കണം. നമ്മൾ വിചാരിച്ചു കാർഡ് എവിടെയെങ്കിലും എടുക്കുന്നു, പക്ഷെ ഒരു സ്ഥലത്തും ഒരു ടാക്സിയിലും കാർഡ് എടുക്കുന്ന ഒരു സെറ്റപ്പില്ല, ഫുള്ള് ക്യാഷാണ്. പിന്നെ 50 ദറം ഇന്റർനാഷണൽ, അതായത് ട്രാവലേഴ്സിന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് 50 ദറം ഫിക്സ്ഡ് ആണ്. അവരുടെ ബുക്കിൽ എഴുതി വെച്ചാൽ 50 ദറം ഫിക്സ്ഡ് ആണ് ടൂറിസ്റ്റുകൾക്ക്. അപ്പോൾ ഇവിടെ ഏത് വണ്ടിയിൽ കയറിയാലും 50 ദറം നമ്മൾ കൊടുക്കും. അവർ നമ്മൾ തന്നെ എത്തിക്കേണ്ടടുത്ത് എത്തും. അധികം ദൂരമില്ല, 4-5 കിലോമീറ്റർ അത്രയൊക്കെ ദൂരം ഉണ്ടാവുള്ളൂ നമ്മൾ കാണേണ്ട സ്ഥലം. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ആദ്യം നടന്ന് ഇവരെ ഒരു സ്ഥലത്ത് നിർത്തി, എല്ലാവരെയും ഒരു സ്ഥലത്ത് നിർത്തി നമ്മൾ നടന്ന് പോയിട്ട് നമ്മളിത് കണ്ടുപിടിച്ചു. കറൻസി എടുത്തതിന് ശേഷമാണ് നമ്മൾ ടാക്സി കയറി ലൊക്കേഷൻ പോയി. ടാക്സി കിട്ടിയതിന് ശേഷം പിന്നെ എല്ലാം ഓക്കെ. പിന്നെ നമ്മൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ക്യാഷ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സീനില്ല, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടാക്സി കിട്ടും, എവിടെ വേണമെങ്കിൽ പോവാം. പിന്നെ നമുക്ക് പ്രശ്നമില്ല അവിടെ. മുഖത്തിന്റെ ഒരു റിയാക്ഷൻ കാണിച്ചാണ്. എന്താണ് ATM-ൽ ഒരു ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതി വെച്ചുകൂടാണ് അല്ലേ? ഒരു ലാംഗ്വേജ് സെലക്ഷൻ എങ്കിലും ഇട്ടൂടെ? ഫോറിനേഴ്സ് കയറുന്നല്ലേ, യൂറോപ്യൻസ് കയറുന്നല്ലേ? അതൊന്നുമില്ല, കാർഡ് കയറുന്നില്ല. ATM കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലേ കോമഡി. ഭയങ്കര കോമഡിയാണ്. എന്തായാലും ടാക്സി എന്തായാലും കുറച്ച് പൈസ കിട്ടി ആകി. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ മദ്രസയിൽ ഒരു 600 മീറ്റർ നടക്കണം. അപ്പോൾ ബെൻ മദ്രസ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് അത്യാവശ്യം കടകളുണ്ട്. കടകളിൽ കുറേ കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊത്തുമണിയാണോ? മാർബിളാ? അല്ല, ടൈലിന്റെ മുകളിൽ കൊത്തുമണി. ഏറ്റവും ആദ്യത്തെ നമ്മുടെ ലൊക്കേഷൻ ബെൻ യൂസഫ് മദ്രസ. ഇത് ഒരു വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജസ്റ്റ് മദ്രസ, അതായത് ഇവരുടെ ഒരു കൾച്ചറൽ ആസ്പെക്ട് പ്രകാരം ഏറ്റവും വലിയ ഒരു മദ്രസ തന്നെ എന്ന് നമുക്ക് പറയാം. അത്യാവശ്യം റൂമുകൾ, പഠിപ്പിക്കുന്ന റൂമുകൾ നമുക്ക് ഈ മദ്രസയുടെ ഉള്ളിൽ. മൊറോക്കൻ ഒരു എന്താ പറയുക, അവരുടെ ഒരു കൾച്ചറിൻ്റെയും ഒരു പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഒരു ഇതായിട്ടാണ് ഈ ബെൻ യൂസഫ് മദ്രസ. ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ലാൻഡ്മാർക്കായി വിസിറ്റേഴ്സിനൊക്കെ ടിക്കറ്റ് വെച്ച് നമുക്ക് അതിൽ കയറി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അച്ഛൻ എന്താണ് മദ്രസയുടെ ഒരു ഇത് നിനക്ക് പറയാനുള്ളത്? നീ പഠിച്ചതല്ലേ മദ്രസ? അയ്യോ, ഇവിടെ ഒന്നുമില്ല വേറെ ക്ലാസ്സസാ? ഓ, ഇത് പഠിപ്പിക്കുന്ന മദ്രസ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണല്ലേ? ഓ, ചെറിയ റൂമുകളല്ലേ മദ്രസ പഠിക്കുന്ന ക്ലാസ്സസ്. ഇവിടെ ഒരു എക്സിബിഷൻ സ്പേസും കൊടുത്തിട്ടുണ്ട് മദ്രസയുടെ ഉള്ളിൽ. അവർ പണ്ട് കാലത്ത് ഈ മദ്രസയുടെ ഉള്ളിലത്തെ വിൻഡോ ഗ്രിൽ റെസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ, പിന്നെ അന്നത്തെ വുഡ്, പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന കല്ലുകൾ, പിന്നെ അന്നത്തെ പഴയകാലത്തെ പാത്രങ്ങൾ, ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഏത് കാലത്തെന്ന് ചോദിച്ചാൽ അറിയില്ല. മദ്രസയുടെ ഉള്ളിൽ അത്യാവശ്യം എന്താ പറയുക, കുഞ്ഞു എന്താ പറയുക ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ക്ലാസ്സസ് കണ്ടല്ലേ ഇവിടെ ഫുള്ള് നല്ല ഈ സെറാമിക് ഇതേ പാറ്റേണിലുള്ള ടൈലൊക്കെ ഇട്ടിട്ട് കുഞ്ഞു റൂമുകളാണ്. നമുക്ക് തല മുട്ടും അങ്ങനത്തെ ടൈപ്പാണ് കണ്ടല്ലേ. ഞാൻ കുറേ ക്ലാസ്സസ് ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ കുറേ റൂമുകൾ, ചെറിയ കുറേ റൂമുകൾ, നല്ല ഡിസൈനാണ് കണ്ടില്ലേ. ഇങ്ങനെ കോറിഡോറൊക്കെ ആയിട്ട് ഇങ്ങനെ സെയിം എന്താ പറയുക തീമിലാണ് എല്ലാ റൂമുകളും ഇട്ടിട്ടുണ്ടാകും. കുഞ്ഞ് റൂം. അപ്പോൾ ഇത് കുറേ റൂമുകളുണ്ട് ഇവിടെ മദ്രസയിൽ. ഇത് എക്സാമ്പിൾ കാണിക്കട്ടോ. അതില്ലേ ഇതിൻ്റെ കഥക്ക് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതല്ല മേലെ തട്ട്. ഇത് ഇത്രയ്ക്കാണ് റൂം. പക്ഷെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ കുഞ്ഞ് റൂം എന്തിനാണെന്ന് അറിയില്ല. കണ്ടില്ലേ, ഒരാൾക്ക് ജസ്റ്റ് പാസ് ചെയ്ത് പോകാവുന്ന കുഞ്ഞ് റൂമുകളാണ്. ഇവിടെ ഒരു ഫോട്ടോ
അവിടെ ഒരു ഫോട്ടോഗ്രാഫർ, അവിടെ വായ നോക്കി, ഇവിടെ ഒരു ഈ കുട്ടി. ഇത് വേറൊരു മാർക്കറ്റ്. ലെറ്റ്സ് ഈറ്റ് സംതിങ് ഗൈസ്, ലെറ്റ്സ് ഈറ്റ് സംതിങ്. മൊറോക്കൻ ഫുഡ്. നമ്മുടെ ഫുഡ് എത്തിയിരിക്കുന്നത് ഇതെന്താ? ചിക്കൻ സ്ക്യൂസ്, ഫിഷ്, കോളിഫ്ലവറിൽ ഇതെന്താ? വെജിറ്റേറിയൻ പാസ്റ്റി. ഇത് ബീഫ്, അത് ലാം. കഴിഞ്ഞു. ഇനി ഐശ്വര്യപൂർവ്വമായിട്ട് കഴിക്കാൻ പോവുകയാണ് എല്ലാവരും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് ഇന്നലെ പറ്റിയില്ല. കാരണം വന്നുകൊണ്ട് തന്നെ ഭയങ്കര ടയർഡായിരുന്നു. നമ്മൾ കുറേ നടന്ന് ടാക്സി കിട്ടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് നമ്മൾ ഇച്ചിരി എന്താ പറയുക ടയർഡൊക്കെ ആയിട്ടാണ് വന്ന ഉടനെ തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കിടക്കലാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ അത് പറ്റിയില്ല. അപ്പോൾ അത്രയൊക്കെയാണ് ആദ്യത്തെ ദിവസത്തെ നമ്മുടെ മൊറോക്കോയിലെ കാഴ്ചകൾ. നമ്മളൊരു മദ്രസ പോയി വന്നു. നമ്മളൊരു പിന്നെ നമ്മുടെ എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്തു. കടൽ ഇതാണ് നമ്മുടെ എയർബിഎൻബി, നേരത്തെ കാണിച്ച പോലെ തന്നെ. എന്നിട്ട് അതിനുശേഷം നമ്മൾ മദ്രസയിൽ പോയി അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ ഭയങ്കര ക്രൗഡൊക്കെ ആയിരുന്നു. അവിടെ സെൻറ്ററിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡും എന്താ പറയുക, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ കുട്ടികളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഒരുപാടൊന്നും ഇത് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ കുറേ നേരം സ്റ്റേ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അവിടെ പോയിട്ട് എന്താ സംഭവം എന്ന് പറയും. ഫുഡ് അങ്ങനത്തെ സ്നെയിൽസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മളൊരു 8:30 മണിക്കൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങണം എന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ കഴിഞ്ഞു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത കാഴ്ചകൾ, അതായത് നെക്സ്റ്റ് ദിവസം, അതായത് ഇന്നത്തെ കാഴ്ചകളുമായിട്ട് ഞാൻ പുതിയൊരു വീഡിയോയിൽ വരാം. അതായിരിക്കും.